ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതായത് 2025 നവംബർ 12 ബുധനാഴ്ച രാവിലെ 10 മണിക്കും 10:30 ഇടയിൽ ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ഒരു ശുഭമുഹൂർത്തമുണ്ട്. ആഹാ, ജോത്സ്യരെത്തിയിട്ടുണ്ട്. എല്ലാവരും സിത്താരെ കാത്തിരിക്കുക. വരൂ. പെൺകുട്ടിയുടെ അമ്മയാണ് സിത്താര. അറിയാം, വലിയ ബിസിനസ്സുകാരിയല്ലേ, കണ്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് മുഹൂർത്തം കുറിക്കാം. ആ, ആയിക്കോട്ടെ. അയ്യോ സിത്താരെ, മോളുടെ തലക്കുറി അന്ന് തന്നത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് മറന്നുപോയതാ. എന്തായാലും ഞാൻ കൊണ്ടുവന്നതല്ലേ. അതിനെന്താ, ഇങ്ങ് തന്നോളൂ. നിർമ്മലേ, ഇതൊന്ന് പൂജാമുറിയിൽ കൊണ്ടുവച്ചേക്ക്. ഓ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്നൊന്ന് അറിയണമല്ലോ. എന്തായാലും ഈ ജാതകം എന്റെ കയ്യിലിരിക്കട്ടെ. ഞാനത് പറഞ്ഞതിന്റെ ഗുണം കണ്ടോ? മിക്കവാറും ജോലിസ് എന്തെങ്കിലും ഒരു കുഴപ്പം പറയും. നോക്കിയോ, പറഞ്ഞാ മതിയായിരുന്നു. ഉത്തമം. ഇരു ജാതകങ്ങളും തമ്മില് പൂർണ്ണമായി യോജിക്കുന്നു. നല്ല ലക്ഷണമാണ് കാണുന്നത്. എന്നാ പിന്നെ തീയതി നോക്കിയാലോ? ആയിക്കോട്ടെ. കൊല്ലവർഷം 1201 തുലാം 26 ബുധനാഴ്ച, അതായത് 2025 നവംബർ 12 ബുധനാഴ്ച രാവിലെ 10 മണിക്കും 10:30 ഇടയിൽ ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ഒരു ശുഭമുഹൂർത്തമുണ്ട്. ആർക്കും വിരോധമില്ലെങ്കിൽ ആ മുഹൂർത്തം അങ്ങ് ഉറപ്പിച്ചാലോ? സിത്താര എന്തു പറയുന്നു? എനിക്ക് വിരോധമൊന്നുമില്ല. നിങ്ങളെല്ലാരും കൂടെ ആലോചിച്ചിട്ട് ആ ദിവസം തന്നെ കുറിച്ചോളൂ. ദൈവമേ, ജാതകങ്ങളുടെ പൊരുത്തം എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും നിലനിർത്തി കൊടുക്കണേ.
സത്യം പറഞ്ഞ മനസ്സിന് എന്തൊരു സമാധാനായിന്നറിയോ ചിത്താരെ. കാര്യങ്ങളൊക്കെ ഉറപ്പായിരുന്നെങ്കിലും ഈ തീയതി ഒന്നും കുറിച്ചു കിട്ടാൻ അത്രയ്ക്ക് ഞാൻ കാത്തിരുന്നു എന്നുള്ളതാ. എത്രയും പെട്ടെന്ന് ഇത് നടക്കണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ഒരു വിവാഹമൊക്കെ ആകുമ്പോ ആചാരങ്ങളും ആചാര്യന്മാരുടെ വാക്കുകളും ഒക്കെ നമ്മൾ അനുസരിച്ചല്ലേ പറ്റൂ. പറഞ്ഞ തീയതിക്ക് ഇനി അധികം ദിവസമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് നടത്തണം. ഞാൻ നവീനോട് പറഞ്ഞിട്ടുണ്ട്, ആചാരങ്ങളൊക്കെ ഒരു വഴിക്ക് ആയിക്കോട്ടെ, പക്ഷെ നമ്മളെപ്പോലെ അല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ വിവാഹ ചടങ്ങുകളൊക്കെ. ഒരുപാട് വ്യത്യാസം വന്നില്ലേ, അതൊക്കെ നടത്തണം. അത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാം സുമിത്ര. ശരി. ഈ ഹൽദിയും മറ്റുമൊക്കെ ഇപ്പൊ എല്ലാ വിവാഹത്തിനും നടത്തുന്നുണ്ട്. അതിനൊരു തീയതി തീരുമാനിക്കുക, അതിനുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കുക. അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, എനിക്ക് ഗാഥമോള് പെട്ടെന്ന് ഇങ്ങ് എത്തിയാ മതി. മകളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വിടുന്നൊന്നും സിത്താര ചിന്തിക്കൊന്നും വേണ്ട കേട്ടോ. അവളെ ഞാൻ സ്വീകരിക്കുന്നതേ എന്റെ മോളായിട്ട് തന്നെയായിരിക്കും. അറിയാം സുമിത്ര, അക്കാര്യത്തില് എന്റെ മോള് ലക്കിയാണ്. എന്റെ ധൈര്യം നിങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ മുമ്പ് പോയ മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നു എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇവിടെ എന്താ? ഇനി കാര്യങ്ങൾ കൈവിട്ടു പോയാൽ പറ്റില്ല. ഇത് വാമദേവൻ തിരുമേനിയുടെ വീടാ. ജോത്സ്യനാ, മന്ത്രവാദിയാ. മാത്രവുമല്ല, പേരുകേട്ട തറവാട്ടുകാരെല്ലാം ഒരേപോലെ പേടിക്കുന്ന ആളാ. പേര് പറഞ്ഞാൽ അറിയാവുന്ന എല്ലാ തറവാട്ടുകാരെ കുറിച്ചും ഭൂതവും ഭാവിയും ഒക്കെ അറിയാവുന്ന ആളാ ഈ മഹാൻ. ഇവിടെ മതി, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വരൂ, സ്വാമിജി കാത്തിരിക്കുക. ആ ശരി, വാ മോളെ വാ. വന്ന കാര്യം ദ്രുതഗതിയിൽ തന്നെ നടക്കേണ്ടതാണ് അല്ലേ? ഒട്ടും സമയം കളയാനില്ലാത്തൊരു കാര്യം. അതെ തിരുമേനി, അതെങ്ങനെ അങ്ങേക്ക്? കോടങ്കി ശാസ്ത്രത്തിന്റെ ലക്ഷണപ്രകാരം മനുഷ്യന്റെ മുഖത്തേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് പാദങ്ങളാണ്. ഉറപ്പില്ലാത്ത ചുവടുകൾ, അഗ്രം വിറയ്ക്കുന്ന വിരലുകൾ എല്ലാം തിടുക്കത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇരുന്നോളൂ. വാ മോളെ. കൃഷ്ണ